ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 134-ാം എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവം ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ 35-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം തൊട്ടുള്ള ഭാഗങ്ങളൊന്ന് വായിക്കുകയാണ്. അവർ കാറ്റിനു മുൻപിലെ പതിരു പോലെയാകട്ടെ, യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ. അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പുമുള്ളതാകട്ടെ, യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിപ്പിച്ചു വെച്ചു, കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു. അവൻ വിചാരിക്കാതെ അവൻ അപായം ഭവിക്കട്ടെ, അവൻ ഒളിപ്പിച്ചു വെച്ച വലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ. അവൻ അപായത്തിൽ അകപ്പെട്ടു പോകട്ടെ. എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. യഹോവേ, നിനക്ക് തുല്യനാര്? എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും, എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. മുൻഭാഗത്ത് നാം ധ്യാനിച്ചതുപോലെ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, പൊരുതുന്നവരോട് പൊരുതണമേ, പരിചയം പലകയും പിടിച്ചെനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. നീ കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ. ഞാൻ നിൻ്റെ രക്ഷയാകുന്നു എന്നെൻ്റെ പ്രാണനോട് പറയണമേ. ഈ ചില പ്രാർത്ഥനകൾക്ക് ശേഷം വീണ്ടും തുടർ പ്രാർത്ഥനകൾ ദാവീദ് നടത്തുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ എന്താണ് അതിലൂടെയൊക്കെ യഥാർത്ഥമായി നമ്മൾ വാചകത്തിലൂടെ പെട്ടെന്ന് കേൾക്കുമ്പോൾ പ്രതികാരത്തിൻ്റെ ചില തലങ്ങളൊക്കെയാണോ ഒളിഞ്ഞു വരുന്നതെന്ന് ചിന്തിക്കുന്നുവെങ്കിലും അതിനപ്പുറമായ ചില കാര്യങ്ങൾ അതിലൊക്കെ ഉണ്ടെന്ന് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ധ്യാനിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് പുതിയ നിയമ കാഴ്ചപ്പാടോടുകൂടി നാം അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ, അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പ്രാർത്ഥനയുടെയും ക്ഷമയുടെയും ചില കാര്യങ്ങൾ അതിൽ കടന്നു വരണമല്ലോ. ഇവിടെ വീണ്ടും പറയുന്നു, അവർ കാറ്റിന് മുൻപിലെ പതിരു പോലെയാകട്ടെ, യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ. അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പുമുള്ളതാകട്ടെ, യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിപ്പിച്ചു വെച്ചു, കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു. നിഷ്കളങ്കനും നിസ്സാരനും സാധുവുമായ ഒരു മനുഷ്യന് വാദിക്കാൻ വാദമുഖങ്ങളില്ലാതെ, ഓടി ഒളിക്കാൻ ഇടമില്ലാതെ, അതിവേദന കൊണ്ട് ഭാരപ്പെട്ട് ദൈവത്തെ നോക്കി നിലവിളിച്ചോടുന്ന ഒരു ഭക്തൻ, ഭൗതികമായിട്ടവനെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും അവന് പ്രതീക്ഷയുള്ള ദൈവസന്നിധിയിൽ അവൻ നിലവിളിക്കുകയാണ്. വീണ്ടും ശക്തമായി നിലവിളിക്കുന്നു, ദൈവമേ, കാറ്റിന് മുൻപിലെ പതിരു പോലെ അവരാകണം, യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കണം. അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പുമുള്ളതാകണം, യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരണം. കാറ്റിന് മുൻപിലെ പതിരും വഴി ഇരുട്ടും വഴുവഴുപ്പുമുള്ളതാകണം എന്നുള്ള പ്രാർത്ഥനയും യാചനയും ഹൃദ്യമായി നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. കാറ്റിന് മുൻപിലെ പതിരെന്ന് പറയുന്നത് അതും കതിരല്ല, പതിരാണ്. കാറ്റാഞ്ഞടിക്കുമ്പോൾ പതിരായി നിൽക്കുന്നത് പെട്ടെന്ന് ഒടിഞ്ഞു തൂങ്ങും. അതിന് കട്ടിയൊന്നുമില്ല, പിടിച്ചു നിൽക്കാനൊന്നുമില്ല. പ്രിയമുള്ളവരെ, കാറ്റിന് മുൻപിലെ പതിരുപോലെ അവരെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യാതെ, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കാതെ, ഒരു കതിരു പോലും ആകാതെ വെറും പതിരു മാത്രമായിപ്പോയ ചില ജീവിതാനുഭവങ്ങൾ, ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളാണ് പ്രിയമുള്ളവരെ പലപ്പോഴും പ്രതികാരത്തോടെ നടക്കുന്നത്. കാറ്റിന് മുൻപിലെ പതിരു പോലെ അവരായിപ്പോകും, ആയിപ്പോകട്ടെ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഓർത്തുകൊള്ളേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും നന്നായി ജീവിക്കാനും കുടുംബകാര്യങ്ങൾ നോക്കുവാനും പലപ്പോഴും നോക്കുമ്പോൾ, എല്ലാം കൂടെ നോക്കുമ്പോൾ സമയമൊക്കെ തുല്യാശൂഷമാണ്. ചിലർക്ക് ഒത്തിരി സമയമുണ്ട്. നമ്മളൊന്നിരുന്ന് കുത്തിയിരുന്ന് നോക്കിയാൽ മതി. ഒരു മനുഷ്യനെ സഹായിക്കാനാണെന്ന് വിചാരിച്ചു, നമുക്ക് കുത്തിയിരുന്ന് നോക്കിയാൽ പലരും ഇരുന്നെന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മാർഗങ്ങൾ തുറന്നു വരും. മറ്റു ചിലരുണ്ട്, ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. അധികാരികൾക്ക് കള്ളഫോൺ ചെയ്യുക, അല്ലെങ്കിൽ വ്യർത്ഥമായ കാര്യങ്ങൾ ആരോപിക്കുക, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക, പൈസ കൊടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിപ്പിക്കുക, പ്രക്ഷേപണം നടത്തുക,
ഇത് ചിലരുടെ മാർഗങ്ങളാണ്. ഓർത്തോണം, കാറ്റിന് മുൻപിൽ പതറിപ്പോകുന്ന പതിര് പോലെയാകുന്ന അനുഭവങ്ങൾ നമ്മളൊക്കെ അങ്ങനായി പോകരുതേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതം ഒരു ശ്രേഷ്ഠമായ അനുഭവം, അതിനൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ നമുക്ക് ഭൗതികമായി ജീവിക്കാനുള്ള അവസരമല്ല. ഈ ജീവിതം തുലോം ചെറുതാണ്. നമ്മൾ ഓർത്തോണം, ദൈവം നമ്മളെ നട്ടുവെച്ചതാണ്. നല്ലവനെയും ദുഷ്ടനെയും നടുന്ന ദൈവമാണ്. എല്ലാം നല്ല വിത്തുകളാണ് പാകുന്നത്. ചിലതൊക്കെ കതിരുകളായും ചിലതൊക്കെ പതിരുകളായും മാറ്റപ്പെടുന്നു. ഈ പതിരുകളിൽ ഒന്നുമില്ലെങ്കിലും പതിരുകളും അതും പ്രത്യേകിച്ച് ചെടി വളരുന്നുണ്ട്, നെൽച്ചെടി വളരുന്നുണ്ട്, അതിൽ ഇലകൾ ഉണ്ടാകുന്നുണ്ട്, അതും കതിർമണികളെ പോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അടുത്ത് ചെന്ന് തൊട്ടു നോക്കുമ്പോൾ മാത്രമേ അതിലൊന്നുമില്ലല്ലോ എന്നറിയത്തുള്ളൂ. കൊയ്തെടുക്കുമ്പോഴും നടുമ്പോഴും ഒക്കെ അതിനും വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പതിരായി പോയിട്ടുള്ള ചെടികൾക്കും അതിനും വളപ്രയോഗം നടത്തിയിട്ടുണ്ട്, മരുന്നൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം കതിരായി തീർന്ന അനുഭവത്തിന് ചെയ്യുന്നത് പോലെയുള്ള എല്ലാ അനുഭവങ്ങളും പതിരിനും ചെയ്തിട്ടുണ്ട്. പക്ഷേ കതിർമണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഭാരമുണ്ട്. അതിൻ്റെ കതിർമണികൾ താപ്പോട്ട് കുനിഞ്ഞു കുനിഞ്ഞു വരും, അത് മൂക്കുന്നതിനനുസരിച്ച്. പതിര് അതിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്, അത് ഉയർന്നുയർന്ന് നിൽക്കുകയാണ്. കാരണം വെയിറ്റ് ഇല്ല, വെറും മങ്കാണ്, വെറും പതിരാണ്. ഈ പതിരായി കഴിയുമ്പോൾ പ്രിയമുള്ളവരെ പല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സാണ് വരുന്നത്, ദോഷം ചെയ്യാൻ. കാരണം കതിരായി തീരാനുള്ള സമയം, കതിരായി തീരുവാനുള്ള എനർജി, പതിരാക്കി മാറ്റപ്പെടുന്ന ചില അനുഭവമുണ്ട്. മഹാകവി അക്കിത്തം പാടിയതുപോലെ കല്ലാക്കി കൈവന്നൊരു പഴമാങ്ങയെ പോലും എന്ന് വെച്ചാൽ കുറേ കുട്ടികൾ നടന്നു പോകുകയാണ്. നടന്നു പോയപ്പോൾ മാങ്ങ നിൽക്കുന്നത് കണ്ടു. അവർ മാങ്ങ ആദ്യം എറിഞ്ഞിട്ടു, കല്ലൊക്കെ കൊണ്ട് എറിഞ്ഞിട്ടു. അവസാനം കല്ല് തീർന്നപ്പോൾ അവരുടെ കയ്യിലിരുന്ന പഴമാങ്ങ കൊണ്ട് തന്നെ ബാക്കി എടുത്തെറിയാൻ തുടങ്ങി. പഴുത്തതും പച്ചയുമായ മാങ്ങ കൊണ്ട് വീണ്ടും കിടക്കുന്ന മാങ്ങ എറിയുകയാണ്. അപ്പോൾ അങ്ങനെ എറിഞ്ഞിട്ട് കിട്ടിയ കൈവന്ന മാങ്ങ പോലും അവർ കല്ലാക്കി മാറ്റി എന്ന് പാടുന്നുണ്ട്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ പ്രാർത്ഥനയോടുകൂടി ഓർക്കണം. നമ്മൾക്ക് മറ്റുള്ളവരെ നശിപ്പിക്കാനും ദുഷിക്കാനും ശപിക്കാനും ഒത്തിരി സമയമുണ്ടെങ്കിൽ നമ്മൾ കതിരായിട്ടില്ല, നമ്മൾ പതിരായിട്ടുള്ളതേ ഉള്ളൂ. നമുക്ക് സൗമ്യതയും താഴ്മയും ഇല്ലെങ്കിൽ നമ്മൾ പതിരാണ്. നമ്മൾ താഴിൻ്റെ അടുത്ത് താണില്ലെങ്കിൽ, സൗമ്യരായില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വെറും പതിരുകളാണ്. ആ പതിരിൻ്റെ അവസ്ഥയിൽ നിന്ന് കതിരാകാൻ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി ചിന്തിക്കണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദൈവമേ, അനാവശ്യമായി അർഹമല്ലാത്ത രീതിയിൽ എന്നെ ഉപദ്രവിക്കുന്നവരെ നീ കാറ്റത്തെ പതിരുപോലെ പതറിക്കണം. അവർക്കൊരു മാറ്റം കൊടുക്കണം. അവർ പതിരുകളാണെന്ന് അവരെ ഓർപ്പിക്കണം. ഒന്ന് ചാഞ്ചാടിക്കണം. നശിപ്പിക്കണമെന്ന് പറയുന്നില്ല, ഒന്ന് ചാഞ്ചാടിക്കണം. പതിരാന്ന് മറ്റുള്ളവരറിയട്ട്. കതിരിനെ ഓടിക്കുന്ന പതിര്, ഈ പതിര് നിൽക്കുന്നിടത്തോളം പ്രശ്നമാണ്. നമ്മൾ ഓർത്തോണ്ട് ഒരു നെൽപ്പാടത്തിൽ അതിന് പരാഗണം നടക്കണം. നല്ല വിത്തിൽ നിന്നുള്ള പരാഗരേണു പരാഗണ സ്ഥലത്ത് പതിച്ചെങ്കിലേ അടുത്ത ചെടികൾ നന്നായിട്ട് പരാഗണം നടക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം മോശം വിത്തുകൾ, നല്ല വിളവില്ലാത്ത വിത്തുകളുടെ പരാഗരേണു നല്ലതുപോലെ വിളയേണ്ട ചെടികളുടെ പരാഗണ സ്ഥലത്ത് പതിച്ചാൽ അതിലുണ്ടാകുന്നതും ഗുണം കുറഞ്ഞ വിത്തുകളായിരിക്കും, ഒരുപക്ഷെ പതിരായി പോകുന്ന അനുഭവങ്ങളായിരിക്കും. സർവശക്തനെ, നല്ല മണികളെപ്പോലും നശിപ്പിക്കുന്ന ചില പതിരുകൾ എല്ലായിടത്തുമുണ്ട്. ആ പതിരുകളെ നിന്റെ ഇഷ്ടപ്രകാരം നീ മാറ്റി നിർത്തണം. അതിനെ കത്തിച്ചു കളയണമെന്നൊന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ കാറ്റിന് മുൻപിൽ പതിര് പോലെ പാറിക്കണം. പിടിച്ച് നിന്റെ ശക്തമായ കാറ്റ്, നിന്റെ സ്നേഹത്തിൻ്റെ കാറ്റ്, നിന്റെ കരുതലിൻ്റെ കാറ്റ്, വാത്സല്യത്തിൻ്റെ കാറ്റ് വീശണം. ആ വാത്സല്യത്തിൻ്റെ കാറ്റ് വീശിയെങ്കിലും ഈ സ്വാർത്ഥതയുടെ പതിരുകളെ നീ പിന്തിരിപ്പിക്കണം. ആ കാറ്റ് വീശി അടിക്കുമ്പോൾ, ആ കാറ്റ് ശക്തമായി പതിക്കുമ്പോൾ, ആ കാറ്റുയരുമ്പോൾ അത് കണ്ടെങ്കിലും സൗമ്യരസത്തോടെ പിന്തിരിയുവാനുള്ളൊരു മനസ്സുണ്ടാകണം. വീണ്ടും പറയുന്നു, അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പുമുള്ളതാകട്ടെ, യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. അതായത് ദുഷ്ടൻ്റെ വഴി, അനാവശ്യമായി നിരപരാധിയെ പിന്തുടരുന്നവൻ്റെ വഴി ഇരുട്ടുള്ളതും വഴുവഴുപ്പുള്ളതുമാകട്ടെ, യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ. എന്തുകൊണ്ടാണ് ഇരുട്ടും വഴുവഴുപ്പുമുള്ള വഴിയായി മാറണമെന്ന് പറയുന്നത്?
ദുഷ്ടന് വേഗത കൂടുതലല്ല, വഞ്ചകന് വേഗത കൂടുതലല്ല. അതുകൊണ്ടാണ് പറയുന്നത്, സത്യം ചെരുപ്പിടുമ്പോഴത്തേക്ക് കള്ളം ലോകമൊന്ന് ചുറ്റിയിട്ട് വരും. ആ പറയുന്നതിന് പ്രത്യേക അർത്ഥമുണ്ട്. ഇരുട്ടും വഴുവഴുപ്പുമുള്ളതാകണം. ഒന്നാമത് ദുഷ്ടൻ നടക്കുന്നത് ഇരുട്ടിലാണ്, അന്ധകാരത്തിലാണ്. അവൻ വെളിച്ചത്തിൽ നടക്കുന്നില്ല. കാരണം ദുഷ്ടന് പ്രകാശം കിട്ടിയിട്ട് കാര്യമില്ല. പ്രകാശിത വഴിയിലൂടെ ഓടുവാൻ ദുഷ്ടത നിറഞ്ഞവനും തിന്മ നിറഞ്ഞവനും പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കണം, ജീവിതാനുഭവത്തിലൂടെ തന്നെ ചിന്തിച്ച് നോക്കിക്കോ. ചില തിന്മയിൽ അടിപ്പെട്ട് ജീവിക്കുമ്പോൾ എത്ര വെളിച്ചം കിട്ടിയാലും നമുക്ക് പറ്റത്തില്ല. സുഗന്ധം നമുക്കിഷ്ടമില്ല. ചിലർ പറയത്തില്ല, ചിലർക്ക് സുഗന്ധം കിട്ടിക്കഴിഞ്ഞാൽ ശരിയാവുകയില്ല, വല്ലാത്ത അസ്വസ്ഥതയാണ്. അവർക്ക് ദുർഗന്ധമാണ് അവർക്ക് പ്രധാനമായിട്ടുള്ളത്. ദുർഗന്ധമാണ് അവരുടെ സുഗന്ധം. സുഗന്ധം ദുർഗന്ധമായും ദുർഗന്ധം സുഗന്ധമായും ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മളുടെയൊക്കെ ചുറ്റുവട്ടത്തിലുണ്ട്. ആ ചുറ്റുവട്ടത്തിലുള്ളവരെ നമ്മൾ തിരിച്ചറിയണം, അവരെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇരുട്ടും വഴുവഴുപ്പും ഉള്ളതാകട്ടെ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ദാവീദ് അർത്ഥമാക്കുന്നുള്ളൂ. യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ എന്ന് പറയുമ്പോൾ, എൻ്റെ ദൈവമേ, എനിക്ക് ഓടിക്കാനുള്ള ശക്തിയൊന്നുമില്ല, തിരിഞ്ഞു നിൽക്കാനുള്ള ശക്തിയൊന്നുമില്ല. ഞാൻ അവരുടെ കയ്യിൽ അകപ്പെട്ടു പോയാൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നിൻ്റെ ദൂതൻ വന്ന് അവരെ അങ്ങ് ഓടിച്ചു വിടട്ടെ. ദാവീദ് എത്ര നിഷ്കളങ്കമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, എന്നെ അനാവശ്യമായി പിന്തുടരുന്ന, എന്നെ ഉപദ്രവിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ എൻ്റെ പിന്നാലെ ഓടി വരുമ്പോഴത്തേക്ക് നിൻ്റെ ദൂതൻ നടുക്ക് നിന്നുകൊണ്ട് അവരെ അങ്ങ് ഓടിച്ചു വിടട്ടെ. എടാ പോടാ, തിരിഞ്ഞു പോ മക്കളെ, അവനെ അങ്ങ് വിട്ടേര്, ഉപദ്രവിക്കണ്ട, അവരെ അങ്ങ് ഓടിക്കട്ടെ. എന്ന് വെച്ചാൽ അവരെ നശിപ്പിക്കാൻ ഓടിക്കാൻ പറയുന്നില്ല. യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ. അങ്ങോട്ട് വഴിയില്ല നിനക്ക്. നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കുന്തം മൂരി അവരുടെ വഴി അടച്ചു കളയട്ടെ എന്ന് പറഞ്ഞതുപോലെ ആ വഴി അടച്ചിട്ട് ഇങ്ങോട്ട് വെറുതെ ആവശ്യമില്ലാതെ പ്രതികാരവുമായിട്ട് ഓടുന്നതിന് പകരം നീ രക്ഷയ്ക്ക് വേണ്ടി വേറെ വഴി പോ. അതുപോലെ യഹോവയുടെ ദൂതൻ ഈ വഴിയിൽ നിന്ന് അവനെ ഓടിച്ച് വേറൊരു രൂപാന്തരത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കട്ടെ, നന്മയുടെ വഴിയിൽ എത്തിക്കട്ടെ. യഹോവയുടെ ദൂതൻ നിൽക്കുന്നു, അവനോടൊപ്പം യഹോവയുടെ ദൂതൻ ഉണ്ടെന്ന് അവനൊന്നറിഞ്ഞാൽ മതി. പ്രിയമുള്ളവരെ, ഞാനോ നിങ്ങളോ കുറേ നാളുകൊണ്ട് പിന്തുടരുന്ന ചില വ്യക്തികൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, ദൈവം അറിയുന്നവരാണെങ്കിൽ, ദൈവമുള്ളവരാണെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ തിരിയണം. കാരണം ദൈവം ചില സമയത്ത് നമ്മളെ കുന്തം മൂരി തടഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോകല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ നിന്നുകൊണ്ട് തിരിച്ചു പോടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളുടെയൊക്കെ ചില വഴികളിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. പോകണ്ടാത്ത വഴികളിലൊക്കെ നമ്മൾ പോകുമ്പോൾ, നടക്കണ്ടാത്ത വഴികളിലൊക്കെ പോകുമ്പോൾ ദൈവം ഒന്ന് നിൽക്കും. ചിലപ്പോൾ നമുക്കൊരു തടസ്സം നിൽക്കും. ചിലപ്പോൾ നമ്മുടെ മുൻപിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപകട സൂചനയായിട്ടായിരിക്കും, കുന്തമൂരി നിൽക്കുകയായിരിക്കും. ആ വഴി അങ്ങ് തടയും. ചിലപ്പോൾ നമ്മൾ പണസമ്പാദനത്തിന് വേണ്ടി ചില വഴികൾ കണ്ടെത്തും. ചില പ്രത്യേക ജോലിക്ക് വേണ്ടി അരുതാത്ത വ്യക്തിത്വങ്ങളോടുള്ള കൂട്ടുകെട്ടായി ചില വഴികളൊക്കെ കണ്ടെത്തിയിട്ട് മുൻപോട്ട് പോകും. അവിടെ പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് കിട്ടും. ദൈവത്തിൻ്റെ ദൂതൻ തന്നെ നിന്ന് പറയും, തിരിച്ചു പോകുഞ്ഞേ, ചുമ്മാ മത്സരിക്കാൻ നിൽക്കണ്ട, പൊയ്ക്കോ, നിനക്ക് പറ്റിയ പണിയല്ല ഇത്. ചിലപ്പോഴെങ്കിലും നമ്മളുടെ മനസ്സിൽ തോന്നിയിട്ടില്ല, എടാ കുഞ്ഞ്, നിനക്കിത് പറ്റിയ പണിയല്ല, നിന്നെക്കൊണ്ടിത് പറ്റത്തില്ല, നീ ഇതിൻ്റെ പിന്നാലെ പോകരുത്. നീ രഹസ്യമായിട്ട് മദ്യം വിൽക്കാൻ പോകുന്നവനോ, മയക്കുമരുന്ന് കച്ചവടത്തിന് പോകുന്നവനോ, കൊച്ചു കുഞ്ഞുങ്ങളെ തെറ്റിക്കാൻ പോകുന്നവനോ, അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടാക്കുന്നവനോ, അല്ലെങ്കിൽ തർക്കങ്ങളും ഭിന്നതകളും ഉണ്ടാക്കുന്നവളോ ഒക്കെ ആയാൽ അത് നിങ്ങളോ ഞാനോ ആയിക്കൊള്ളട്ടെ, ദൈവം ചിലപ്പോഴൊക്കെ പറയും, തിരിഞ്ഞു പോടാ, നിനക്ക് വേറെ എത്രയോ നല്ല വഴികളുണ്ട്, നിനക്ക് രക്ഷപ്പെടാൻ വേറെ വഴി ഞാൻ കാണിച്ചു തരാം. യഹോവയുടെ ദൂതൻ ഓടിക്കുക എന്ന് വെച്ചാൽ നശിപ്പിക്കുന്നില്ല, കുന്തമൂരി വഴി തടയട്ടെ എന്ന് വെച്ചാൽ കുന്തം കൊണ്ട് കുത്തുന്നില്ല, പുതിയ വഴിത്താരുകൾ കാണിച്ചു തരണം. പാട്ടുകാരൻ പാടിയതുപോലെ, തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി തവ മോക്ഷ മാർഗം തുറന്നു. തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ, പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം.
എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം. ഞാൻ പറഞ്ഞല്ലോ, സങ്കീർത്തനക്കാരൻ അവൻ്റെ പ്രതിസന്ധിയിൽ പറയുന്നു, ദൈവമേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണം, എന്നെ പിന്തുടരുന്നവരെ നിൻ്റെ കുന്തമൂരി വഴി അടച്ചു കളയണം, അവരെ ദൂതൻ ഓടിക്കണം. ഇതൊക്കെ ദുഷ്ടനോട് മാത്രം പറഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളായിട്ട് എടുക്കാതെ നമ്മളോട് ഓരോരുത്തരോടും പറയുന്ന വാക്കുകളായി ഹൃദയത്തിൽ എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു. പുതിയ നിയമത്തിൻ്റെ ആത്മാവോടുകൂടി ചിന്തിക്കണമെന്ന് പറഞ്ഞു. വീണ്ടും ഒരു കാര്യം അവിടെ പ്രത്യേകിച്ച് പറയുകയാണ്, ദൈവമേ അവരുടെ വഴി ഇരുട്ടും വഴുവഴുപ്പുമുള്ളതാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ എതിരിയുടെ വഴികൾ വേഗതയേറിയതാണ്. നീ അവനെ ഒന്ന് പതുക്കെ നിർത്തിയാൽ മതി. അവൻ ദുഷ്ടാന്തകാരത്തെ വെളിച്ചമായി കാണുന്നവനാണ്. അതുകൊണ്ട് അതിന് നീ ഒരു തടസ്സമുണ്ടാക്കണം. അവൻ്റെ വഴി വഴുവഴുപ്പുള്ളതാകണം. കാരണം വഴുവഴുപ്പുള്ള വഴിയിലൂടെ ആർക്കും ഒത്തിരി ഓടാൻ പറ്റത്തില്ല. എൻ്റെ വീക്ഷണത്തിൽ പ്രാർത്ഥനാപൂർവ്വം ഞാൻ വീക്ഷിച്ചപ്പോൾ, ദൈവമേ എതിരാളിയുടെ വഴിയെ ഇരുട്ടും വഴുവഴുപ്പുമുള്ളതാക്കണമെന്ന് ദാവീദ് പ്രാർത്ഥിച്ചതിൽ അതിലൊരു നശീകരണത്തിൻ്റെ ചിന്ത എനിക്ക് കടന്നു വരുന്നില്ല, കർത്താവിൻ്റെ ക്രൂശുമായി ചേർന്ന് ചിന്തിച്ചപ്പോൾ. കാരണം എന്ന് വെച്ചാൽ, ദുഷ്ടൻ പറ്റാവുന്ന അനുകൂല വഴിയിലൂടെ കണ്ടമാനം ഓടും, ദുഷ്ടത പ്രവർത്തിക്കാൻ ഓടും. കാരണം ഒത്തിരി ഓടിക്കഴിഞ്ഞാലും ഉണ്ടല്ലോ, പിന്നെ തിരിച്ചു വരണം, ആ തെറ്റായ വഴിയിൽ നിന്ന് കൂടുതലായിട്ട് വരണം. നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ വഴിതെറ്റിപ്പോകുമ്പോൾ ഒരു 1-2 കിലോമീറ്റർ മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് മെട്രോപൊളിറ്റൻ സിറ്റികളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, ഒരു കൊച്ചു എൻട്രൻസിലൂടെ ആ ടേണിങ്ങിലൂടെ നമ്മൾ പോയില്ലെങ്കിൽ ചിലപ്പം 2-3 കിലോമീറ്റർ ചുറ്റിയിട്ടേ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അത്രയും ദൂരത്തിൽ പോയി ചുറ്റിയിട്ട് വരണം. അതേസമയം 10-15 കിലോമീറ്റർ നല്ല വഴിയാണെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ അത്രയും ദൂരം തിരിച്ചു വരണം. അപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു, ദൈവാത്മാവ് ചിന്തിക്കുമായിരുന്നു, ദൈവമേ ദുഷ്ടൻ്റെ വഴി ഇരുട്ടും വഴുവഴുപ്പുമുള്ളതാകണമെന്ന് വെച്ചാൽ അവനൊത്തിരി വേഗത്തിൽ ദുഷ്ടത പ്രവർത്തിക്കാൻ നീ അനുവാദം കൊടുക്കരുത്. ഒത്തിരി തെറ്റായിട്ട് ഓടാൻ ഇടയാകരുത്. കാരണം അവൻ തിരിച്ചു വരും, അവൻ തിരിച്ചു വരണം. അപ്പോൾ അവന് പറ്റിയ വഴിയിലൂടെയാണെങ്കിൽ അവൻ കിലോമീറ്ററുകൾ, മൈലുകൾ, മണിക്കൂറുകൾ യാത്ര ചെയ്യും. 100-200 കിലോമീറ്ററുകൾ യാത്ര ചെയ്യും, മൈലുകൾ യാത്ര ചെയ്യും. പിന്നെ അവന് തിരിച്ചു വരണമല്ലോ. അങ്ങനെ ഒരു അവസരം വേണോ? വേണ്ട. എന്നാൽ ഇച്ചിരി ഇരുട്ടും വഴുവഴുപ്പും ഒക്കെ ഉള്ളതാകുമ്പോൾ അത്രയും കൂടുതൽ പോകത്തില്ല. 100 കിലോമീറ്റർ മൈൽ തെറ്റായി പോകുന്നതിന് പകരം ചിലപ്പോൾ 10 കിലോമീറ്ററേ പോകത്തുള്ളൂ. അതിനുള്ള സ്പീഡേ കിട്ടത്തുള്ളൂ. പതുക്കെ നിൽക്കട്ടെ. കാരണം അവൻ കൂടുതൽ ദോഷം ചെയ്യാതെ വണ്ണം അവനെ നീ ഒന്ന് പിടിച്ചു നിർത്തണം. അപ്പം വഴുവഴുപ്പുള്ള വഴിയിലൂടെ ഇവൻ ഓടുമ്പോൾ നിരപരാധിയും സാധുവായ മനുഷ്യൻ അവൻ്റെ മുമ്പിൽ ജീവരക്ഷാർത്ഥം ഓടുന്നുണ്ടായിരിക്കും. അവൻ രക്ഷപ്പെട്ടു പോകട്ടെ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹെരോദാവിൻ്റെ പടയാളികൾ അവർക്ക് വേഗതയുള്ളവരാണെങ്കിലും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ജോസഫിൻ്റെയും മറിയാമിൻ്റെയും അടുക്കലോളം എത്താൻ പറ്റിയില്ല. ചില കാര്യങ്ങൾ കൊണ്ട് വഴി തടസ്സപ്പെട്ടു പോയി. അതുകൊണ്ട് ആ പാവങ്ങൾ രക്ഷപ്പെട്ടു. ചിലർ രക്ഷപ്പെടാൻ തക്കവണ്ണം, ചിലർ നന്മയിലേക്ക് പോകാൻ തക്കവണ്ണം, വിടുവിക്കപ്പെടാൻ തക്കവണ്ണം ദൈവം ചിലരുടെ ദുർയാത്രകളെ, വേഗതകളെ പതുക്കെ ആക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചോണം, കോപം കൊണ്ട് നമ്മൾ അന്ധന്മാരാകും. പല കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ഓടും. ദേഷ്യപ്പെട്ട് ചാടിച്ചെല്ലും, ആരെങ്കിലും ഉപദ്രവിക്കാൻ ചെല്ലും. ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ചാടുമ്പോഴായിരിക്കും ചിലപ്പോൾ വല്ല എന്തെങ്കിലും ഒരു കട്ടിലേലോ അല്ലെങ്കിൽ മേശയിലോ തട്ടി താഴെ മറിഞ്ഞു വീഴുന്നത്. ആ മറിഞ്ഞു വീഴുന്നത് കൊണ്ടുള്ള ചെറിയ മുറിവുകൾ അവിടെ കൊണ്ട് തീർന്നു. അതേസമയം നമ്മൾ ചാടിപ്പോയിരുന്നെങ്കിൽ പിന്നീട് നമുക്കുകൂടി വ്യസനം തോന്നുന്ന രീതിയിലുള്ള പ്രവൃത്തി നമ്മൾ ചെയ്തു പോയേനെ, മറ്റുള്ളവരെ ഉപദ്രവിച്ചേനെ. ചില പ്രത്യേക സമയത്ത് നമുക്ക് ചില വാഹനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചില പ്രത്യേക അസുഖങ്ങൾ വന്നിട്ടുണ്ട്, ചില പരാജയങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവമേ ആ സമയത്തൊരു അസുഖം വന്നതുകൊണ്ട്, ആ വണ്ടി നഷ്ടപ്പെട്ടതുകൊണ്ട്, ആ സാമ്പത്തികം നഷ്ടം വന്നതുകൊണ്ട് ഒന്നുകൂടി ചിന്തിക്കാൻ തക്കവണ്ണം എനിക്കിടയായി. നിന്റെ പ്രമാണങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ദുഷ്ടൻ നശിക്കാനല്ല. ദൈവമേ നീ അവനെ വഴുവഴുപ്പുള്ള പാതയിലൂടെ നടത്തണമേ. അവന് നടക്കാൻ പഠിക്കണം. അവൻ നല്ലതല്ല, നമ്മളൊക്കെ
ചിലപ്പോൾ നല്ല വഴി മാത്രം നോക്കി പോകണ്ട, ഇരുട്ടിലൂടെ നടക്കാൻ പഠിക്കണം, വഴുവഴുപ്പിലൂടെ നടക്കാൻ പഠിക്കണം. വ്യാഖ്യാനങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും പുതിയ നിയമത്തിൻ്റെ ആത്മാവിൽ നമ്മൾ പറയുമ്പോൾ ഒരുവനും നശിച്ചില്ലായ്മ ചെയ്യുക എന്നുള്ള വ്യാഖ്യാനത്തിനപ്പുറമായി അവൻ്റെ വഴി ഇല്ലായ്മ ചെയ്യണമെന്നുള്ളതിനേക്കാൾ ഉപരിയായി കർത്താവ് വന്നത് നീതിമാന്മാരെ അല്ല, പാപികളെ രക്ഷിപ്പാനാണ്. ഇനിയും പഴയ നിയമത്തിൽ കണ്ണിനു പകരം കണ്ണും പല്ലിനു പകരം പല്ലുമെന്ന് പറയുന്ന പ്രമാണമുണ്ട്. അപ്പോൾ അന്നൊരു പക്ഷേ ദാവീദ് കണ്ണിനു പകരം കണ്ണും പല്ലിനു പകരം പല്ലുമെന്നുള്ള പ്രമാണത്തോടു കൂടി വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് അതേ കർത്താവിൻ്റെ സാക്ഷ്യത്തിൽ തന്നെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ വ്യത്യസ്തതകളും വ്യതിരിക്തതകളും ഒക്കെ ഒത്തിരി കടന്നു വരുന്നുണ്ട്. അതേ പ്രിയമുള്ള സഹോദര സഹോദരി, വഴുവഴുപ്പിൻ്റെ പാതയിലൂടെ നമ്മളൊക്കെ അറിയാതെയാണേലും പോകുന്നുണ്ട്, ഇരുട്ടിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഇരുട്ടിലൂടെയും വഴുവഴുപ്പിലൂടെയും കടന്നു പോയവർ തുടർന്ന് വരുന്നവരോട്, സഹോദര അതുവഴി പോകല്ലേ, ഒത്തിരി ഇരുട്ടാണ്, അതുവഴി പോകല്ലേ, ഒത്തിരി വഴുവഴുപ്പുണ്ട്. ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് നമുക്ക് ചില വഴികൾ കാണിച്ചു തരും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് 28 കിലോമീറ്റർ ഉണ്ട്. ഇന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ 22 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ സന്തോഷത്തോടെ കയറും, എന്നാൽ അതുവഴി പോയേക്കാം. ചെന്ന് കയറുമ്പോഴാണ് മനസ്സിലാകുന്നത് വഴി മൊത്തം വെട്ടിപ്പൊളിച്ചിട്ടേക്കുക, വലിയ കുഴികളും കുന്നുകളും ഒക്കെയുള്ള വഴിയാണ്. 6 കിലോമീറ്റർ ലാഭം നോക്കി നമ്മൾ കയറിയതാണ്. ഒരു 60 കിലോമീറ്റർ ഓടാനുള്ള പെട്രോൾ നമ്മൾ നഷ്ടപ്പെടുത്തും. വാഹനത്തിന് പ്രശ്നങ്ങൾ വരും, ഓടിക്കുന്നവന് ബുദ്ധിമുട്ട് വരും, യാത്ര ചെയ്യുന്നവന് അസ്വസ്ഥത തോന്നും. ചിലപ്പോഴൊക്കെ ചില ഗൂഗിൾ മാപ്പുകളാകുന്ന ചില വഴിത്താരകൾ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കും, ഇത് എളുപ്പവഴിയാണ്, ഇത് സിമ്പിളാണ്. നമ്മൾ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പിന് പോലും ഇതുണ്ട്, റിപ്പോർട്ട് ചെയ്യാം, ആ യാത്രികന് റിപ്പോർട്ട് ചെയ്യാം, ആ വഴിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മളൊരു അങ്ങനെയുള്ള വഴിത്താരയിലൂടെ കയറി കഴിഞ്ഞാൽ, അയ്യോ അതുവഴി പോകല്ലേ, അത് പന്ന വഴിയാണ്, അയ്യോ ഞാൻ ഭയങ്കരമായിട്ട് വിട്ടുപോയി. ചിലപ്പോഴൊക്കെ നമ്മൾ പരസ്പരം പറയാറുണ്ട്, ആ വഴിയെ കൂടെ നീ പോകരുത്, നേരെ അങ്ങ് പോയാൽ മതി. ചിലപ്പോൾ പറയും, ചിലപ്പോൾ 1-2 കിലോമീറ്ററിൻ്റെ ലാഭത്തിന് വേണ്ടി ഇടവഴി ഒന്നും കയറല്ലേ, ആ MC റോഡിലൂടെ നാഷണൽ ഹൈവേയിലൂടെയൊക്കെ അങ്ങ് പൊയ്ക്കോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നടത്ത് ഇച്ചിരി ട്രാഫിക് ജാം ഉണ്ടെന്ന് പറഞ്ഞാലും അത് പെട്ടെന്ന് അങ്ങ് തീരും, 1-2 സിഗ്നൽ കൊണ്ട് നിനക്ക് കിട്ടും, അതിനുവേണ്ടി ഈ പൊട്ടവഴി നീ തിരഞ്ഞെടുക്കരുത്. ആയതുപോലെ ഇരുട്ടിലും വഴുവഴുപ്പിലുമൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ ഓർത്തോണം, ഒരു കാര്യം ചിന്തിക്കണം, എൻ്റെ ദൈവമേ, ദുഷ്ടനെ ഇരുട്ടിലും വഴുവഴുപ്പിലും നടത്തണം എന്നൊക്കെ ദാവീദ് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ ചിന്തിക്കുകയാണ്, അവൻ ഒത്തിരി ഓടാതിരിക്കാൻ, ഒത്തിരി ദോഷം ചെയ്യാതിരിക്കാൻ, ഒരുപാട് തിരിച്ച് യാത്ര പോകാതിരിക്കാൻ, അവൻ്റെ സ്പീഡൊന്ന് മിനിമൈസ് ചെയ്യാൻ തക്കവണ്ണം, അവനൊന്നുകൂടി രൂപാന്തരപ്പെടാൻ തക്കവണ്ണം, ആ വഴുവഴുപ്പിലൂടെ പോകുമ്പോഴെങ്കിലും അവനൊരു മാറ്റം വരാൻ തക്കവണ്ണം ഒരുപക്ഷെ ദാവീദ് ആഗ്രഹിച്ചതായിരിക്കാം. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ, ഞാൻ ചില വഴുവഴുപ്പിലൂടെയൊക്കെ പോയിട്ടുണ്ട്, ഞാൻ ഇന്ന സ്ഥാനത്തോടി എത്തിയില്ല, ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു, ഇത്ര നേരം കൊണ്ട് ഇന്നടത്തെത്തണം, ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ന പദവിയിലെത്തണം എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ എൻ്റെ ഓട്ടത്തിൻ്റെ ഇടയിൽ ആ വേഗമൊന്നും എനിക്ക് പ്രാപിച്ചില്ല, ഞാൻ അവിടെ എത്തിച്ചേർന്നില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ്, സർവേശ്വര, നീ എന്നോട് പറഞ്ഞു ഇത്ര വേഗത്തിൽ പോയാൽ മതി. ആ വഴുവഴുപ്പിലൂടെ പോയപ്പോഴും വീട് പോകാതെ തന്നെ കരുതിയ ദൈവത്തിൻ്റെ ഒരു കരുണയുണ്ട്, ദൈവത്തിൻ്റെ ഒരു സ്നേഹമുണ്ട്. പ്രകാശം പോയപ്പോൾ പ്രകാശമായി വന്ന നിൻ്റെ ഒരു സ്നേഹമുണ്ട്. എൻ്റെ അപ്പച്ച, എനിക്കത് മതി, നിൻ്റെ ആ പ്രകാശം മതി. നാളെ ഇനി മറ്റൊരുവൻ ആ വഴുവഴുപ്പുള്ള വഴിയിലേക്ക് വരാതിരിക്കാൻ എന്നാൽ ചെയ്യേണ്ടതൊക്കെയും ചെയ്യാൻ തക്കോണിടയാകണം. ഒത്തിരി ഓടി തെറ്റുകളും കുറ്റങ്ങളും വാരിക്കൂട്ടുന്നതിന് പകരം, മറ്റുള്ളവരെ വ്യസനിപ്പിച്ച് ഒരുപാട് സമ്പത്ത് നേടുന്നതിന് പകരം, ഒരുപാട് പദവികളിൽ എത്തുന്നതിന് പകരം ആ പതുക്കെ പോയാൽ മതി. ആ പതുക്കെ പോയി, ശാന്തമായി പോയി, സമാധാനത്തോടെ പോയി, നല്ല വഴിത്താരയിലെത്തിയാൽ മതി. അതിനുള്ള ഒരു വഴിത്താര ദൈവമേ നീ തുറന്നു തരണം. പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ, മരണാധീനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ നിൻ മാർവിടത്തിൽ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്ത കൃപ പെരുന്നാഥിയേ,
ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.